സർക്കാർ ആശുപത്രികളിൽ രോഗികളെ നിലത്ത് കിടത്താൻ പാടില്ലെന്നും അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സർജറിക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണം, ആശുപത്രികളിൽ ശുചിത്വം ഉറപ്പാക്കണം. ഇതുവരെ എങ്ങനെയായിരുന്നു എന്നല്ല, ഇനി അങ്ങോട്ട് എന്താണ് എന്നതാണ് ചർച്ച വേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. അടിയന്തരമായി ആശുപത്രികളിൽ മരുന്നും ഉപകരണങ്ങളും ലഭ്യമാക്കാൻ DMO, DHS തുടങ്ങിയ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ DMEക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശസ്ത്രക്രിയ നടത്തുന്ന ഡോക്ടർമാർക്ക് അവർക്ക് ആവശ്യത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. പ്രത്യേക അനസ്തേഷ്യ ഒരിക്കലും അതിനൊരു വീഴ്ചയും വരുത്തരുത്. എത്ര ഓപ്പറേഷനാണോ ഡോക്ടർ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് അതിനുള്ള സംവിധാനം അനസ്തേഷ്യ ഡിപ്പാർട്ട്മെൻറ്റും നൽകണം എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ഉപരിയായി പറഞ്ഞാൽ പല രോഗങ്ങളും പടർന്നു പിടിക്കുന്നതിൻ്റെ കാരണം ഈ വൃത്തിയില്ലായ്മ. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ആശുപത്രികൾ ക്ലീനാക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എല്ലാ ആശുപത്രികളും ക്ലീനായി സൂക്ഷിക്കണം. അതായത് ആശുപത്രികളിൽ, മെഡിക്കൽ കോളേജുകളിൽ നിലത്ത് കിടക്കുന്ന ഏർപ്പാട് അവസാനിപ്പിച്ച് ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുക. അതായത് ആവശ്യത്തിനുള്ള കട്ടിലൊക്കെ നൽകുക ആശുപത്രികൾക്ക്. ഇനി നിലത്ത് കിടത്താൻ പാടില്ല എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ റിപ്പോർട്ട് ലഭിച്ചെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. മറ്റെവിടെയെങ്കിലും ചികിത്സയ്ക്ക് പോയോ എന്ന സംശയത്തിന്റെ ആനുകൂല്യം നൽകിയുള്ള റിപ്പോർട്ടാണ് തന്നത്. പക്ഷേ അത് മുഖവിരയ്ക്ക് എടുക്കുന്നില്ലെന്നും DMOയോട് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച് വീണ്ടും റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു. ഇഞ്ചക്ഷൻ എടുത്തതല്ല യാഥാർത്ഥ്യമാണ്. അതായത് ഇഞ്ചക്ഷൻ എടുത്തത് 2023 ഈ 3 വർഷത്തിനിടയ്ക്ക് അവർ ഇതുവരെ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് ആശുപത്രിയെ സമീപിച്ചിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ 3 വർഷത്തിനിടയ്ക്ക് അവർ മറ്റു വല്ല സ്ഥലത്തും പോയിട്ട് ഇഞ്ചക്ഷൻ എടുത്തോ എന്നൊക്കെയാണ് ഇതിൽ സംശയം പറഞ്ഞിട്ടുള്ളത്. ഏതായാലും സംശയത്തിൻ്റെ ആനുകൂല്യം നൽകുന്നില്ല. അന്ന് ഇഞ്ചക്ഷൻ എടുത്ത ആരാണ് അത് കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ റിപ്പോർട്ടുകളും കിട്ടിയ ഉടനെ അങ്ങനെ അത് അംഗീകരിക്കില്ല. ഈ റിപ്പോർട്ട് എനിക്ക് വിശ്വാസമായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്.